വൺ പീസിലുള്ള 1000 എപ്പിസോഡ്സ് അല്ല, ഏകദേശം ഇപ്പോൾ ഒരു 1100 സംതിങ് എപ്പിസോഡ്സ് ഉണ്ട്. വട്ടവർ ഈ 1100 സംതിങ് എപ്പിസോഡ്സ് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് മടുപ്പില്ലാതെ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൽ ചില സാഗകളുണ്ട്, പ്രത്യേകിച്ച് ആർക്കുകളാണ് നമ്മളെ മടുപ്പിച്ച് അങ്ങ് ഇരുത്തി കളയും. ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ലാഗ്. നേരെ മറിച്ച് നമുക്ക് ലാഗ് ഒന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയതും അത്യാവശ്യം ഗൂസ് ബംസ് ഒക്കെ തരുന്നതുമായിട്ടുള്ള കുറച്ച് സാഗകൾ ഇതിലുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്കൈ ഐലൻഡ് സാഗ. വൺ പീസിലെ തുടർന്നുള്ള സാഗകളും എപ്പിസോഡ്സുകളും കാണാനുള്ള ഒരു വലിയ മൊമെന്റം തരുന്ന, നല്ല രീതിക്ക് അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു സാഗയാണ് ഈ സ്കൈ ഐലൻഡ് സാഗ. ഇതിലെ വില്ലനും അത്യാവശ്യം അൺറേറ്റഡ് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാഗ ഏതാണ്, ആർക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുള്ളത് വാനോ സാഗ, അതിലുള്ള ആർക്കുകൾ, സമ്മിറ്റ് വാർ സാഗ, അതിലെ ആർക്കായിട്ടുള്ള മറൈൻ ഫോർഡ്, ഇംബെൽ ഡൗൺ ആർക്ക്, വാട്ടർ 7 സാഗയിലെ ആർക്കായിട്ടുള്ള എനിസ് ലോബി ആർക്ക്. ഈ പറയുന്ന സാഗയും ആർക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു അടിത്തറയിട്ട സാഗയാണ് ഈ സ്കൈ ഐലൻഡ് സാഗ. എന്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റില് ഈ സ്കൈ ഐലൻഡ് സാഗയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ തട്ട് ഇനിയും താഴ്ന്നു തന്നെ ഇരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സ്കൈ ഐലൻഡ് സാഗയിലെ 136ാമത്തെ എപ്പിസോഡ് മുതൽ 153ാമത്തെ എപ്പിസോഡ് വരെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതുകൂടാതെ ഈ സാഗയിലുള്ള ആർക്ക്, അതിൽ ഏതൊക്കെ എപ്പിസോഡ്സുകൾ വരുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ചില എപ്പിസോഡ്സുകളൊന്നും കാണാനുണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്ത എപ്പിസോഡ്സുകളൊക്കെ ഫില്ലർ എപ്പിസോഡ്സുകളാണ്. നിങ്ങൾക്കത് കാണണമെങ്കിൽ കാണാം, കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. സോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വൺ പീസിലെ കറന്റ് ഏത് എപ്പിസോഡ്സ് ആണ് കണ്ടു നിർത്തിയതെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. The One Piece. അലാബസ്റ്റയിൽ നിന്ന് തിരിച്ചു വരുന്ന സ്ട്രോ ഹാറ്റ്സ് അവരുടെ പുതിയൊരു യാത്രയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു കപ്പൽ കടലിലേക്ക് വീണു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി സ്ട്രോ ഹാറ്റ്സ് അവിടേക്ക് പോയി അത് ചെക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് സ്കൈപ്പിയ എന്ന് പറയുന്ന ഒരു ഐലൻഡിന്റെ മാപ്പ് കിട്ടി. ഈ ഒരു സമയത്ത് നാമിയുടെ ലോഗ് പോസിന്റെ ഡയറക്ഷൻ ആകാശത്തേക്കാണ് കാണിക്കുന്നത്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ലോഗ് പോസ് കാണിക്കുന്ന ഡയറക്ഷനിലാണ് പോകേണ്ടത്. ലോഗ് പോസ് കാണിക്കുന്ന ഡയറക്ഷൻ ആണെങ്കിലോ ആകാശത്തേക്ക്. ഇപ്പൊ റോബിൻ അവരോട് പറയും, ആകാശത്ത് സ്കൈ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്, പക്ഷെ ഇത് വെറും കെട്ടുകഥകളിൽ മാത്രമേ ആൾക്കാർ കേട്ടിട്ടുള്ളൂ. ഈ ഒരു സ്ഥലം ഉള്ളതായിട്ട് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഉടനെ ലൂഫിയും ടീമും ആകാശത്ത് നിന്ന് വീണ കപ്പലിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവിടേക്ക് മസിറ എന്ന് പറയുന്ന ഒരു പൈററ്റ് ക്രൂ വരുന്നത്. അവന്റെ അടുത്ത് വലിയൊരു പൈററ്റ് ക്രൂ തന്നെയുണ്ട്. ഇവരിവിടേക്ക് വന്നതിന്റെ കാരണവും ആ താഴേക്ക് വീണ ഷിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ലൂഫിയും ഈ പറയുന്ന മഷിരയും ആ താഴേക്ക് വീണ കപ്പൽ ചെക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു വലിയ ജയന്റ് മോൺസ്റ്റർ വന്നു. അതിനെ കാണുന്ന ഇവരെല്ലാവരും പേടിക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ആകാശത്ത് ഒരു 3 ജയൻസിന്റെ രൂപം അവർ കണ്ടു. കയ്യിൽ കുന്തവും പുറത്ത് ചിറകുമുള്ള 3 ജയൻസ്. അതോടെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം മഷിരയും സ്ട്രോ ഹാറ്റ്സും തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മഷിര സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നത്, എനിക്കിനി കുറെ നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ ക്രൂവിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് മഷിര കടലിലൂടെ തന്നെ അവന്റെ ക്രൂവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതിനുശേഷം സ്ട്രോ ഹാറ്റ്സ് അവരുടെ കയ്യിലുള്ള ഒരു ഇറ്റേണൽ പോസ് പുറത്തേക്ക് എടുക്കും. ആ ഒരു ഇറ്റേണൽ പോസ് ജയ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് പോകാനുള്ളതാണ്. സോ ഇനി അവരെല്ലാവരും തീരുമാനിക്കുന്നത് ഈ ജയ ഐലൻഡിലേക്ക് പോയി സ്കൈ ഐലൻഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ അന്വേഷിച്ച് നോക്കാം, അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പറഞ്ഞ് സ്ട്രോ ഹാറ്റ്സ് ജയ ഐലൻഡിലേക്ക് പോകുന്നു. ഈ ജയ ഐലൻഡ് എന്ന് പറയുന്നത് പൈററ്റ്സിന്റെ തന്നെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഒട്ടുമിക്ക എല്ലാ പൈററ്റ്സും ഈ ഒരു ഐലൻഡിലുണ്ട്. ഇപ്പൊ അവിടേക്ക് എത്തിയ സ്ട്രോ ഹാറ്റ്സില് ലൂഫി, സോറോ, നാമി ഇവര് 3 പേരുമാണ് അവിടെ ഇറങ്ങി സ്കൈ ഐലൻഡിനെ പറ്റി അന്വേഷിക്കുന്നത്. ബാക്കിയുള്ള ഊസോപ്പ്, ചോപ്പർ ഇവര് 2 പേരും കപ്പൽ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കപ്പൽ ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ട്. ഇവരുടെ ഇത്രയും നാളത്തെ യാത്രയില് ഒരുപാട് അഡ്വഞ്ചർ അവർ ഈ കപ്പൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കുറെ ഡാമേജും കപ്പലിന് സംഭവിച്ചു. അതാണ് ഊസോപ്പ് നന്നായിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ലൂഫി അപരിചിതനായ ഒരു പൈററ്റിനെ കണ്ടുമുട്ടി. അയാളും ലൂഫിയും ഒരു ചെറിയ വാക്ക് തർക്കം വരെ നടക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ പേരിൽ. ആരാണ് ഒരുപാട് ഭക്ഷണം തിന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ലൂഫി അയാളോട് എനിക്ക് മില്യൺ കണക്കിന് ബൗണ്ടി ഉണ്ടെന്നൊക്കെ പറയുമ്പോ, ഹേയ് ഇല്ല നീ നുണ പറയാണ്, നീ എന്തിനാ നുണ പറയുന്നേ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തർക്കിച്ച് അതിനുശേഷം അയാൾ അവിടുന്ന് പോകുന്നു. ആ ഒരു സമയത്താണ് അവിടേക്ക് ബെലമി എന്ന് പറയുന്ന ഒരു പൈററ്റ് വരുന്നത്. ഇവൻ വന്ന ഉടനെ ലൂഫിയും സോറോയെ അപമാനിക്കുന്നു. അതുകൂടാതെ അവൻ ലൂഫിയെയും സോറോയെയും ഒരുപാട് തല്ലും. എന്തിനാണെന്ന് വെച്ചാൽ ലൂഫിയുടെ ബൗണ്ടി 30 മില്യൺ, അവന്റെ ബൗണ്ടി 55 ബില്യൺ. അപ്പോ 55നേക്കാളും താഴെയാണ് 30 എന്ന് പറഞ്ഞിട്ടാണ് ബെലമി അവരെ തല്ലിയത്. എന്നാൽ അവർക്കറിയില്ല ലൂഫിയുടെ ബൗണ്ടി 100 മില്യൺ ആയിട്ട് കൂടിയ കാര്യം. ലൂഫിക്ക് ബെലമിയെ അടിക്കാമായിരുന്നു, പക്ഷെ ലൂഫി പ്രത്യേകിച്ചൊന്നും റിയാക്ട് ചെയ്തില്ല. ഈ ഒരു സമയത്ത് നാമി അവിടെയുള്ള ആൾക്കാരോട് സ്കൈ ഐലൻഡിനെ പറ്റി എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന അവിടെയുള്ള പൈററ്റ്സ് എല്ലാവരും പൊട്ടി
പൊട്ടിച്ചിരിക്കും. ഇത് വെറും ഒരു കെട്ടുകഥ മാത്രമാണ്, നിങ്ങളെപ്പോലെയുള്ള പൈററ്റ്സ് ഇപ്പോഴും ഇത് വിശ്വസിച്ച് നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പൊട്ടിച്ചിരിക്കുന്നത്. അതിന്റെ ഒപ്പം ബെലമി ലൂഫിയും സോറോയും ഒരുപാട് തല്ലി. അവർക്ക് ഇത്രയും അടി കിട്ടിയിട്ടും എന്താ അവര് തിരിച്ചു തല്ലാത്തതെന്ന് ആലോചിക്കുന്ന നാമി അവരെ രണ്ടുപേരെ എടുത്ത് പുറത്തേക്ക് പോയി. പുറത്തു വെച്ച് അവര് വീണ്ടും ആ അപരിചിതനായ പൈററ്റിനെ കണ്ടു. ഈ ഒരു സീനില് ഇയാള് സ്ട്രോ ഹാറ്റ്സിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ അനിമയിൽ കണ്ടിരിക്കണം. അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ ആ ഫൈറ്റ് ചെയ്യാതെ തന്നെ ജയിച്ചു. അതുപോലെ പൈററ്റ്സിന്റെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും സ്കൈ ഐലൻഡിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള കുപ്പിയിലെ മദ്യം കുടിച്ചുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് പോകുന്നു. അവൻ പറഞ്ഞിട്ട് പോയത് കേൾക്കുന്ന നാമി അവനെന്തോ പ്രത്യേകതയുണ്ട്, അവനെന്തോ ഒരു വിയേർഡ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറയുമ്പോൾ ലൂഫിയും സോറോയും നാമിയോട് പറയും അത് അവനല്ല അവരാണെന്ന്. അത് കേട്ട നാമിക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, കണ്ടിരിക്കുന്ന നമുക്കും മനസ്സിലാവില്ല എന്തിനാ ലൂഫിയും സോറോയും അങ്ങനെ പറഞ്ഞതെന്ന്. ഇതിന്റെ ഒരു റീസൺ എന്താണെന്ന് ഇതുവരെ അനിമയിൽ പോലും റിവീൽ ചെയ്തിട്ടില്ല. സോ ഇപ്പൊ അവിടെ നിന്ന് ലൂഫി, നാമി, സോറോ ഇവര് മൂന്നുപേരും തിരിച്ച് അവരുടെ കപ്പലിലേക്ക് പോയി. അവര് കപ്പലിലേക്ക് എത്തിയ സമയത്ത് റോബിൻ അവൾക്ക് കിട്ടിയ ഡീറ്റെയിൽസ് അവരോട് പറയും. ഈ ഐലൻഡില് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരുത്തൻ താമസിക്കുന്നുണ്ട്. നമ്മൾ അവനോട് പോയി കാര്യങ്ങൾ തിരക്കുകയാണെങ്കിൽ സ്കൈ ഐലൻഡിലേക്ക് പോകാനുള്ള വഴി ചിലപ്പോൾ അവൻ പറഞ്ഞു തരും. അങ്ങനെ ഒരു കപ്പലിലൂടെ ക്രിക്കറ്റിന്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഷോജോ പൈററ്റ്സ് എന്ന ഒരു പൈററ്റ്സ് ക്രൂവിനെ കാണും. അപ്പൊ വെറുതെ ഇരുന്ന ആ പൈററ്റ്സ് ക്രൂവിനെ ലൂഫി ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിപ്പിക്കും. വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഇപ്പൊ ഈ പൈററ്റ്സ് ക്രൂവും അവരുടെ പവർ ഉപയോഗിച്ച് ലൂഫി അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ ലൂഫിയുടെ കപ്പലിന്റെ സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ലൂഫി അവരോട് ഫൈറ്റ് ചെയ്യാതെ ക്രിക്കറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ സ്ട്രോ ഹാറ്റ്സ് നേരെ ക്രിക്കറ്റ് ഉള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരവിടെ ഒരു വീട് കണ്ടു. അവർക്ക് അവിടുന്ന് നോലാൻഡ് ദ ലയർ എന്ന് പറയുന്ന ഒരു കഥാപുസ്തകം അവർക്ക് കിട്ടി. ആ ബുക്കിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ പണ്ട് അതായത് 400 വർഷങ്ങൾക്ക് മുമ്പ് നോലാൻഡ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അയാൾ ഒരുപാട് സഞ്ചരിച്ച് സ്വർണത്തിന്റെ ഒരു ഐലൻഡ് കണ്ടുപിടിച്ചു. ആ ഒരു കാര്യം നോലാൻഡ് തന്റെ രാജാവിനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു. ശേഷം രാജാവും നോലാൻഡും എല്ലാവരും ചേർന്ന് ഈ സ്വർണമുള്ള ഐലൻഡിലേക്ക് എത്തിയപ്പോ അവിടെ സ്വർണം പോയിട്ട് ഒരു വെള്ളി പോലും ഇല്ലായിരുന്നു. അങ്ങനെ രാജാവ് നോലാൻഡിനെ ജയിലിൽ അടച്ചു വെച്ച് കൊന്നുകളഞ്ഞു. ഈ ഒരു കഥ സ്ട്രോ ഹാറ്റ്സ് വായിച്ചു കഴിയുമ്പോൾ അവിടേക്ക് ഒരാൾ വന്ന് സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ ബോധം കെട്ട് താഴേക്ക് വീണു. സോ ബോധം പോയ അയാൾക്ക് ചോപ്പർ ഒരുപാട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അയാൾക്ക് ഇങ്ങനെ ആവാൻ കാരണം അയാൾ എല്ലാ ദിവസവും നീന്തുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് നീന്തിയത് കൊണ്ടാണ് അയാളുടെ ബോധം പോയതെന്ന് ചോപ്പർ പറയുന്നു. ശേഷം ബോധം തിരിച്ചു വന്ന അയാള് സ്ട്രോ ഹാറ്റ്സിനോട് പറയും എന്റെ പേര് മോൺ ബ്ലാക്ക് ക്രിക്കറ്റ്, ഞാൻ കടലിലൂടെ ആ സിറ്റി ഓഫ് ഗോൾഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന സ്ട്രോ ഹാറ്റ്സ് അവനോട് ചോദിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നോലാൻഡ് ദ ലയർ എന്ന് പറയുന്ന സ്റ്റോറിയിലെ അതേ സിറ്റി ഓഫ് ഗോൾഡ് തന്നെയാണോ? അതിന് ക്രിക്കറ്റ് അതെ എന്ന് പറയുന്നു. എന്നിട്ട് അയാൾ പറയും ഈ ഒരു സ്റ്റോറി ഒരു യഥാർത്ഥ സ്റ്റോറിയാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് സിറ്റി ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു നഗരം ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്രിക്കറ്റ് ഉറപ്പിച്ച് പറയാൻ കാരണം ഈ സ്റ്റോറിയിൽ പറയുന്ന നോലാൻഡ് എന്ന് പറയുന്ന ആളുടെ വംശത്തിൽപ്പെട്ടവനാണ് ഈ ക്രിക്കറ്റ്. അതായത് ക്രിക്കറ്റിന്റെ പൂർവീകനാണ് ഈ നോലാൻഡ്. എല്ലാവരും നോലാൻഡിനെ ഒരു നുണയനായിട്ടാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹം നുണയനല്ല, അദ്ദേഹം പറഞ്ഞതിൽ സത്യമുണ്ട്. അദ്ദേഹം ഒരുപാട് റെക്കോർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചു നോക്കി. അതുപോലെ ഈ ഒരു ഐലൻഡിനെ ചുറ്റി ഞാൻ ഒരുപാട് ട്രഷർ കണ്ടുപിടിച്ചു. ഇതൊക്കെ ആ റെക്കോർഡ്സിൽ എഴുതിയതുപോലെ തന്നെയുണ്ട്. അങ്ങനെയാണ് നോലാൻഡ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത്. നോലാൻഡ് ഒരു നുണയനല്ല, അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഞാനത് കണ്ടുപിടിച്ചാൽ എന്റെ കുടുംബത്തിന് സംഭവിച്ച അപമാനം അതെനിക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ക്രിക്കറ്റ് സ്ട്രോ ഹാറ്റ്സിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാഷിര അതുപോലെ ഷോജോ എന്ന് പറയുന്ന 2 പേര് വരുന്നു. ഇവര് 2 പേരും ക്രിക്കറ്റിന്റെ ആൾക്കാരാണ്. അതായത് സിറ്റി ഓഫ് ഗോൾഡ് കണ്ടുപിടിക്കാൻ ക്രിക്കറ്റിനെ സഹായിക്കുന്ന 2 പേരാണ് ഈ മാഷിര അതുപോലെ ഷോജോ. ഇവര് 3 പേരും ചേർന്ന് നോലാൻഡിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഒരുപാട് സ്വർണം കണ്ടുപിടിച്ചു. ഈ ഒരു കാരണം കൊണ്ട് ക്രിക്കറ്റ് ഇപ്പോഴും വിശ്വസിക്കുന്നത് സിറ്റി ഓഫ് ഗോൾഡ് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയതാണ്. അതിപ്പോഴും വെള്ളത്തിന്റെ അടിയിൽ തന്നെയാണ് ഉള്ളത്. പണ്ട് നോലാൻഡ് രാജാവിനെ പോയി തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് സിറ്റി ഓഫ് ഗോൾഡ് വെള്ളത്തിന്റെ അടിയിലായി പോയി. അതുകൊണ്ടാണ് രാജാവിന് സിറ്റി ഓഫ് ഗോൾഡ് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്. സോ ക്രിക്കറ്റിന്റെ ചിന്ത പ്രകാരം അവൻ എല്ലാ ദിവസവും സിറ്റി ഓഫ് ഗോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടി കടലിലേക്ക് നീന്തി പോകും. അതും ആഴത്തിലേക്കാണ് അവൻ നീന്തി പോകാറുള്ളത്. അങ്ങനെ പോയിട്ടുള്ള സമയത്തൊക്കെ ക്രിക്കറ്റിന് അവിടെ നിന്ന് ഒരുപാട് സ്വർണം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിക്കറ്റ് സ്ട്രോ ഹാറ്റ്സിനോട് പറഞ്ഞതിന് ശേഷം അവൻ ഒരു കാര്യം കൂടെ അവരോട് പറയും. നോലാൻഡ് റെക്കോർഡ്സിൽ എഴുതി വെച്ചത് പ്രകാരം തലയോട്ടിയുടെ വലത് ഭാഗത്താണ് ട്രഷർ ഉള്ളത്. ഇതൊരു ചെറിയ ക്ലൂ ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്തിന്റെയാണെന്ന് ഇവർക്കറിയില്ല. സോ ഈ ഒരു കാര്യവും ക്രിക്കറ്റ് സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് സ്ട്രോ ഹാറ്റ്സ് സ്കൈ ഐലൻഡിനെ പറ്റി ക്രിക്കറ്റിനോട് ചോദിക്കുമ്പോൾ അവൻ പറയും സ്കൈ ഐലൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഈ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി പലപ്പോഴും നോക്കപ്പ് സ്ട്രീം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കാറുണ്ട്. ഈ നോക്കപ്പ് സ്ട്രീമിന്റെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ
ഈ നോക്കപ്പ് സ്ട്രീം തൂക്കിയെടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോകും. ഇത് ഓരോ മാസത്തിലും പലപ്പോഴായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇനി നോക്കപ്പ് സ്ട്രീം എപ്പോഴാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നോക്കപ്പ് സ്ട്രീം വഴി ആകാശത്തേക്ക് പോകാൻ കഴിയും. കൈ ഐലൻഡ് സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ആകാശത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ നോക്കപ്പ് സ്ട്രീം കണ്ടുപിടിക്കണം. ഇപ്പോൾ ക്രിക്കറ്റിന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് ആകാശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ശേഷം രാത്രി അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്യുമ്പോൾ ക്രിക്കറ്റ് സ്ട്രോ ഹാറ്റ്സിനോട് പറയും, ഇനി വരാൻ പോകുന്ന നോക്കപ്പ് സ്ട്രീം സൗത്ത് സൈഡിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൗത്ത് ബേർഡിനെ കണ്ടുപിടിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെ ക്രിക്കറ്റ് പറയാൻ കാരണം സൗത്ത് ബേർഡിന്റെ തല എപ്പോഴും സൗത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അവരതിനെ പിടിക്കുകയാണെങ്കിൽ സൗത്ത് ഭാഗം ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി അവർക്ക് അവിടേക്ക് പോകാൻ കഴിയും. സോ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും സൗത്ത് ബേർഡിനെ പിടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്നു. അവർ പോയ ഈ ഒരു സമയത്ത് ബെല്ലമി പൈററ്റ്സ് ക്രിക്കറ്റിന്റെ അടുത്തേക്ക് വരുന്നു. ഇവർ ഇവിടേക്ക് വന്നതിന്റെ കാരണം ക്രിക്കറ്റിന്റെ അടുത്ത് ഒരുപാട് സ്വർണ്ണമുണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയ ബെല്ലമി അവരുടെ കയ്യിൽ നിന്ന് ആ സ്വർണം എടുക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. എന്നിട്ട് ബെല്ലമി പൈററ്റ്സ്, ക്രിക്കറ്റ്, മാഷിര, ഷോജോ ഇവരെ 3 പേരെയും അടിച്ച് അവരുടെ കയ്യിലുള്ള സ്വർണം എടുത്ത് പോകുന്നു. ബെല്ലമി ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. അവന്റെ കാലെപ്പോഴും ഒരു സ്പ്രിംഗ് പോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. അവന്റെ ആ പവർ ഉപയോഗിച്ച് അവൻ ഇവരെ 3 പേരെയും അടിച്ചു. ഇവർക്കിടയിൽ നടന്ന ഈ ഒരു ഫൈറ്റിൽ സ്ട്രോ ഹാറ്റ്സിന്റെ ഷിപ്പും ഡാമേജ് ആവുന്നുണ്ട്. കാട്ടിലേക്ക് പോയ സ്ട്രോ ഹാറ്റ്സ് ബേർഡിനെ എല്ലാം പിടിച്ച് തിരിച്ചു വരുന്നു. അപ്പൊ അവർ കാണുന്നത് ഈ 3 പേർക്കും അടി കെട്ടി കിടക്കുന്നതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങളെയൊക്കെ ആരാണ് തല്ലിയതെന്ന് ലൂഫി ചോദിക്കുന്നു. പക്ഷേ ക്രിക്കറ്റ് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ അതൊന്നും നോക്കണ്ട, അടുത്ത നോക്കപ്പ് സ്ട്രീം വരാൻ ഇനിയും കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് നിങ്ങളുടെ കപ്പലിന് പറ്റിയ ഡാമേജ് എല്ലാം ശരിയാക്കി നിങ്ങൾ അവിടേക്ക് പോകണം എന്നിങ്ങനെ ക്രിക്കറ്റ് സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നു. അപ്പോഴാണ് ലൂഫി അവിടെ ബെല്ലമി പൈററ്റ്സിന്റെ ഒരു സിംബൽ കണ്ടത്. ഇത് ചെയ്തത് ബെല്ലമി പൈററ്റ്സ് ആണെന്ന് മനസ്സിലാവുന്ന ലൂഫിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കാരണം അവര് ക്രിക്കറ്റിനെ അടിച്ചു. പോരാത്തതിന് ക്രിക്കറ്റ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സ്വർണം മുഴുവൻ അവർ കൊണ്ടുപോയി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ ദേഷ്യം വരുന്ന ലൂഫി, നോക്കപ്പ് സ്ട്രീം വരാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയില്ലേ, എനിക്ക് ആ സമയം മതി എന്ന് പറഞ്ഞ് ലൂഫി ബെല്ലമി പൈററ്റ്സിന്റെ അടുത്തേക്ക് പോകുന്നു. അടികിട്ടി അവശനായി കിടക്കുന്ന ക്രിക്കറ്റിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം. അത് ചോപ്പർ കൊടുക്കുന്നു. ആ സമയത്ത് അവിടേക്ക് മാഷിരയുടെയും ഷോജയുടെയും പൈററ്റ്സ് വരുന്നു. അവരെല്ലാവരും ചേർന്ന് സ്ട്രോ ഹാറ്റ്സിന്റെ ഡാമേജ് ആയ കപ്പലും ശരിയാക്കുന്നു. ബെല്ലമി പൈററ്റ്സിന്റെ അടുത്തേക്ക് എത്തിയ ലൂഫി അവിടെ വെച്ച് ബെല്ലമിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും എടുത്തില്ല. കൈ ചുരുട്ടി ഒരേ ഒരു പഞ്ച്, ആ പഞ്ച് തന്നെ ടൺ കണക്കിനുണ്ട്. ആ ഒരു പഞ്ചില് ബെല്ലമിയെ നോക്കൗട്ട് ചെയ്ത് താഴേക്ക് ഇട്ടു. ലൂഫിയുടെ ടെറർ ആയിട്ടുള്ള ഒരു ഫോം കാണുന്ന അവിടെയുള്ള എല്ലാവരും പേടിച്ചു പറയും. ലൂഫി എന്നിട്ട് ക്രിക്കറ്റിന്റെ സ്വർണ്ണം എല്ലാം എടുത്ത് അവിടുന്ന് പോകുന്നു. അപ്പോഴാണ് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത് ലൂഫിയുടെ ബൗണ്ടി 30 മില്യൺ അല്ല 100 മില്യൺ ആണെന്ന്. അത് കാണുന്ന എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലൂഫി സ്വർണ്ണം എല്ലാം എടുത്ത് ക്രിക്കറ്റ് ഉള്ള സ്ഥലത്തേക്ക് എത്തി. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം എവിടെയാന്ന് വെച്ചാൽ റെഡ് ലൈനിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മറൈജോ എന്ന് പറയുന്ന ഒരു സ്ഥലം. റെഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലെബൂൺ അവന്റെ തല വെച്ച് ഇടിച്ചുകൊണ്ടിരുന്ന ആ ഒരു മതില്, ആ ഒരു വലിയ ചുമരെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ മുകളിലാണ് ഈ മറൈജോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്നതും സാധാരണക്കാരല്ല. വേൾഡ് ഗവൺമെന്റിൽ ഏറ്റവും അധികാരം കൂടിയ ഒരു 5 എൽഡേഴ്സ് ഉണ്ട്. ഈ 5 എൽഡേഴ്സ് താമസിക്കുന്നത് ഈ ഒരു മറൈജോയിലാണ്. ഇവിടെ ഒരിക്കലും സാധാരണ മനുഷ്യരെ കാണാനേ കഴിയില്ല. കാരണം ഇത് ദൈവങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്നൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത്. ഈ 5 എൽഡേഴ്സിന് പുറമെ ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അവരെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. പോരാത്തതിന് നേവിയിലെ വലിയ വലിയ ഓഫീസേഴ്സും ഇവിടെ ഉണ്ടാവാറുണ്ട്. സോ ഇവിടെയുള്ള ഈ 5 എൽഡേഴ്സിനെ വാർലോഡായിട്ടുള്ള ക്രോക്കോഡൈൽ തോറ്റുപോയി എന്ന ഇൻഫർമേഷൻ കിട്ടി. അവനെ തോൽപ്പിച്ചത് ആരാണ്? നമ്മുടെ ലൂഫി. ഇനി അവർക്ക് പുതിയ വാർലോഡിനെ തെരഞ്ഞെടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ചടങ്ങാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ ഇവിടെയുള്ള ഈ 5 എൽഡേഴ്സിന് പുതിയൊരു ന്യൂസും കൂടെ കിട്ടും. നമ്മുടെ റെഡ് ഹെയർ ഷാങ്ക്സ് വൈറ്റ് ബിയർഡ് എന്ന ഒരു പൈററ്റിനെ കാണാൻ പോവാണ്. ഈ 5 എൽഡേഴ്സിനും ഇവിടെ ചുമ്മാ ഇരുന്നാൽ മതി. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാൻ കഴിയും. സോ റെഡ് ഹെയർ ഷാങ്ക്സ് വൈറ്റ് ബിയർഡിനെ കാണാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഷാങ്ക്സ് ഇതുവരെ വൈറ്റ് ബിയർഡിനെ കാണാൻ പോയിട്ടില്ല. വൈറ്റ് ബിയർഡിനോട് പറയാനുള്ള കാര്യങ്ങൾ ഒരു ലെറ്ററിൽ അയക്കുകയാണ് ചെയ്തത്. പക്ഷേ ലെറ്റർ കിട്ടുന്ന വൈറ്റ് ബിയർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ചെറിയ പീക്കിരി പയ്യൻ എനിക്ക് കത്ത് അയക്കുകയാണോ, എനിക്കൊന്നും വായിക്കാൻ കഴിയില്ല, അവനോട് വേണമെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കാൻ പറ എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് ഷാങ്ക്സ് അയച്ച ആ ലെറ്റർ കീറിക്കളഞ്ഞു. ഈ ഒരു കാര്യം വൈറ്റ് ബിയർഡിന്റെ ആൾക്കാർ ഷാങ്ക്സിനെ വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ട് ഷാങ്ക്സ് സന്തോഷത്തോടെ ഞാൻ അവിടേക്ക് വരാമെന്ന് പറയുന്നു. ഇവരുടെ കാര്യം ഇങ്ങനെയൊക്കെ നടന്നു പോകുമ്പോൾ മറൈജോയില് വാർലോഡുകളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. ആ ഒരു മീറ്റിംഗില് മറൈൻസിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ഫ്ലീറ്റ് അഡ്മിറൽ വരുന്നുണ്ട്. ഇയാളുടെ പേരാണ് സെങ്കോക്കു. അതുപോലെ ഇവിടേക്ക് 7 വാർലോഡ്സിലുള്ള കുറച്ച് വാർലോഡ്സ് വരുന്നുണ്ട്. ഡ്രാക്യൂൾ മീഹോക്ക്, ബാർത്തലോമിയോ കൂമ, ഡോങ്കി ഹോത്തെ ഡോ ഫ്ലമിംഗോ. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 വാർലോഡ്സ് അവിടേക്ക് എത്തി. ഇവരൊക്കെ ഇവിടേക്ക് വന്നതിന്റെ കാരണം ക്രോക്കോഡൈലിന് പകരം പുതിയൊരു വാർലോഡിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇവരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ലാഫീറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് ബിയർഡ് പാരറ്റിലെ ഒരു മെമ്പർ വരുന്നു. അവൻ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയും, എന്റെ ക്യാപ്റ്റൻ ബ്ലാക്ക് ബിയർഡിനെ അടുത്ത വാർലോഡായിട്ട് നോമിനേറ്റ് ചെയ്യണം. ഈ പറയുന്ന ബ്ലാക്ക് ബിയർഡിനെയാണ് നമ്മുടെ ഏസ് തപ്പി നടക്കുന്നത്. എന്തിനു വേണ്ടി? അവനെ വൈറ്റ് ബിയർഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. സോ ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലൂഫി ജയ എല്ലിൽ വെച്ച് ഒരു അപരിചിതനായിട്ടുള്ള പൈററ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ ബെലമിയെ അടിച്ചിട്ട് ആ സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ലൂഫിയുടെ പോസ്റ്റർ എടുത്ത് നോക്കും. അതിലെ ലൂഫിയുടെ 100 മില്യൺ ബൗണ്ടി കാണുന്ന ഈ ഒരു പൈററ്റ് പറയും, ഇവന്റെ ബൗണ്ടി 100 മില്യൺ ആണ്, അതുകൊണ്ട് ഇവനെ ഞാൻ തന്നെ പിടിക്കും എന്ന് പറഞ്ഞ് അവൻ അവന്റെ ക്രൂവുമായിട്ട് മുന്നോട്ടേക്ക് നടന്നു പോകുന്നു. എന്തിന്? ലൂഫി
ലൂഫിയെ പിടിക്കാൻ വേണ്ടി. സോ ലൂഫിയെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഇവനാണ് ബ്ലാക്ക് ബിയർഡ്, നമ്മുടെ എയ്സ് തപ്പി നടക്കുന്ന അതേ ബ്ലാക്ക് ബിയർഡ്. ഇതേ സമയത്ത് നമ്മുടെ ലൂഫി എന്ത് ചെയ്യുന്നു വെച്ചാൽ അവന് കിട്ടിയ സ്വർണ്ണം മുഴുവൻ ക്രിക്കറ്റിന് കൊടുക്കുന്നുണ്ട്. ക്രിക്കറ്റും അവന്റെ ആൾക്കാരും ചേർന്ന് ലൂഫിയുടെ കപ്പൽ മുഴുവൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ശരിയായ അവരുടെ കപ്പലെടുത്ത് നോക്കപ്പ് സ്ട്രീം വരുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നു. ആ ഒരു സമയത്താണ് ലൂഫിയെ പിടിക്കാൻ വേണ്ടി ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സും അവിടേക്ക് വരുന്നത്. എന്നാൽ അപ്പോഴേക്ക് നോക്കപ്പ് സ്ട്രീം പുറത്തേക്ക് വന്ന് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പല് ആകാശത്തേക്ക് ഉയർന്നുപോയി. അതുപോലെ അവർക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന ബ്ലാക്ക് ബിയർഡ്സിന്റെ കപ്പല് നോക്കപ്പ് സ്ട്രീമിന്റെ പവർ കാരണം തകർന്ന് താഴേക്ക് വീണു. ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പല് നോക്കപ്പ് സ്ട്രീമിനോട് ചേർന്ന് ആകാശത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി എത്ര ദൂരം പോകണം, എത്ര ദൂരം കഴിഞ്ഞിട്ടായിരിക്കും ആ ഐലൻഡ് അവിടെ ഉണ്ടായിരിക്കുമോ, നമുക്കിനി എന്ത് സംഭവിക്കും എന്നൊന്നും സ്ട്രോ ഹാറ്റ്സിന് അറിയില്ല. പക്ഷെ എല്ലാം ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വെച്ചാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ ഇവർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സ്ട്രോ ഹാറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ കപ്പൽ പതിയെ പതിയെ പുറകിലേക്ക് മറിയാൻ തുടങ്ങി. ചെറുതായിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും ഇനിയും മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഇവരുടെ കപ്പൽ പുറകിലേക്ക് മറിയാനുള്ള ചാൻസ് കൂടും. അങ്ങനെ പതിയെ പതിയെ ഇവരുടെ കപ്പല് നേരെ താഴെയുള്ള കടലിലേക്ക് വന്ന് വീഴും. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും പേടിക്കുന്നു. എന്നാൽ ആ ഒരു സമയത്ത് നാമി പെട്ടെന്ന് ചിന്തിച്ച് സ്ട്രോ ഹാറ്റ്സിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. നാമി പറഞ്ഞത് കേട്ട് ഒട്ടും മടിയില്ലാതെ സ്ട്രോ ഹാറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവരുടെ കപ്പല് പതിയെ പതിയെ നോക്കപ്പ് സ്ട്രീമിനോട് പാരലായിട്ട് പറക്കാൻ തുടങ്ങി. അതിന് കാരണം കാറ്റാണ്. പുറകിൽ നിന്ന് വരുന്ന കാറ്റ് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിനെ താഴത്തേക്ക് വീഴാതെ മുകളിലേക്ക് അതിന്റെ ശക്തി കൊണ്ട് എടുത്തുകൊണ്ട് പോകും. സോ ഇപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പല് പതിയെ പതിയെ പറന്നു തുടങ്ങി. അങ്ങനെ പോയി അവസാനം അവരെല്ലാവരും പ്രതീക്ഷിച്ച ആ ഒരു ഐലൻഡിലേക്ക് അവരെത്തി, ദ സ്കൈ ഐലൻഡ്. ഈ ഒരു സ്കൈ ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. നോർമലി നിലത്തുള്ള ബ്ലൂ സീയിലൂടെ കപ്പൽ പോകുന്നത് പോലെ ഇവിടെയും കപ്പൽ പോകും. കാരണം ഇത് വൈറ്റ് സീ ആണ്. നമുക്ക് മലയാളികൾക്ക് വെള്ളക്കടൽ അല്ലെങ്കിൽ ആകാശത്തിലുള്ള കടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സാധാരണയുള്ളതുപോലെ നീന്താനും കഴിയും. പക്ഷെ കുറെ ദൂരം നീന്തി പോയാൽ അവർ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വന്ന് വീഴും. നമ്മുടെ ഊസോപ്പ് ഇതൊന്നും അറിയാതെ കൂടുതൽ ആഴത്തിലേക്ക് നീന്തിപ്പോയി. അങ്ങനെ ഊസോപ്പ് ആകാശത്ത് നിന്ന് താഴേക്ക് വീണു. എന്നാൽ ലൂഫിയും റോബിനും ചേർന്ന് പെട്ടെന്ന് തന്നെ ഊസോപ്പിനെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. ഈ ഒരു വൈറ്റ് സീയില് ബ്ലൂ സീയിൽ ഉള്ളതുപോലെ ഒരുപാട് സീ മോൺസ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ താഴെയുള്ള സീ മോൺസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള സീ മോൺസ്റ്റേഴ്സിന് താരതമ്യേന വെയിറ്റ് കുറവാണ്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനുഷ്യൻ മാസ്ക് ഒക്കെ വെച്ച് അയാളുടെ കയ്യിൽ കുറെ വെപ്പൺസ് ഒക്കെ ഉണ്ട്. ആ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ച് അയാൾ സ്ട്രോ ഹാറ്റ്സിനെ ആക്രമിക്കുന്നു. പെട്ടെന്നുള്ള ഒരു ആക്രമണമായതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സിനും വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരും ഒന്ന് പതറിപ്പോകുന്നു. ഇയാൾ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു ഒന്നും സ്ട്രോ ഹാറ്റ്സിന് അറിയില്ല. സോ അയാൾ സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു സമയത്ത് സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കാൻ ഒരു പക്ഷിയുടെ പുറത്ത് കയറി മറ്റൊരാൾ അവിടേക്ക് വരുന്നു. ഈ വന്ന ഒരാളുടെ പേരാണ് സ്കൈ നൈറ്റ്. സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു മനുഷ്യനെ ഈ ഒരു സ്കൈ നൈറ്റ് അറ്റാക്ക് ചെയ്ത് അവിടുന്ന് ഓടിച്ചുവിടുന്നു. ശേഷം സ്കൈ നൈറ്റ് സ്ട്രോ ഹാറ്റ്സിനോട് പറയും, നിങ്ങൾ ബ്ലൂ സീയിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ, നിങ്ങളിപ്പോ നിൽക്കുന്നത് ബ്ലൂ സീയിൽ നിന്ന് 10,000 അടി മുകളിലാണ്. ഇവിടേക്ക് എത്തിപ്പെടുന്നത് അത്ര ചെറിയ കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഇവിടേക്ക് വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ ഒരു വിസിൽ അടിച്ചാൽ മതി. ആ സമയം ഞാൻ നിങ്ങളെ സഹായിക്കാൻ വരും എന്ന് പറഞ്ഞ് സ്കൈ നൈറ്റ് ഒരു വിസിൽ സ്ട്രോ ഹാറ്റ്സിന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. സ്കൈ നൈറ്റ് അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് സ്ട്രോ ഹാറ്റ്സിനോട് ഇതിന് മുകളിലേക്ക് സ്ഥലമുണ്ട്, നിങ്ങൾ ഈ വഴി നേരെ പോയാൽ ഹെവൻസ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും. അവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ സ്കൈപിയയിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് സ്കൈ നൈറ്റ് അവിടുന്ന് പോകുന്നത്. സോ സ്കൈ നൈറ്റ് പറഞ്ഞതുപോലെ സ്ട്രോ ഹാറ്റ്സ് ഹെവൻസ് ഗേറ്റിലേക്ക് പോകുന്നു. അവിടെ ആകെയുള്ളത് ഒരു വയസ്സായ സ്ത്രീയാണ്. അവർ സ്ട്രോ ഹാറ്റ്സിനോട് നിങ്ങൾക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ തലയ്ക്ക് 1 ബില്യൺ എന്ന രീതിയിൽ നിങ്ങൾ 7 തലയ്ക്ക് 7 ബില്യൺ തരേണ്ടി വരും. അങ്ങനെ തന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മുകളിലേക്ക് പോവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നാൽ മതി. അത് കേൾക്കുന്ന സ്ട്രോ ഹാറ്റ്സ് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തിനാ ഇവർക്ക് വെറുതെ 7 ബില്യൺ ഒക്കെ കൊടുക്കുന്നത്, 7 ബില്യൺ എന്ന് പറയുന്നത് ചില്ലറ തുകയൊന്നുമല്ല, അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സ് ആ 7 ബില്യൺ തരില്ല എന്ന് പറയും. അത് കേൾക്കുന്ന ആ ലേഡി പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് മുകളിലേക്ക് പോവാം എന്ന് പറഞ്ഞ് സ്ട്രോ ഹാറ്റ്സിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ശേഷം സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് സ്കൈപ്പിയയിലേക്ക് പോകുന്നു. അവർ പോകുന്ന സമയത്ത് ഈ ഒരു സ്ത്രീ താഴെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. 7 പേര് ഇവിടേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്, ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഗോഡും പ്രീസ്റ്റുകളും തരും, നിങ്ങൾക്കുള്ള വിചാരണ അവിടെ വെച്ച് തന്നെ ഉണ്ടാവും എന്നിങ്ങനെ എന്തൊക്കെയോ വിചിത്രമായിട്ട് ഈ ഒരു സ്ത്രീ താഴെ എന്ന് പറയുന്നു. എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഹെവൻസ് ഗേറ്റ് വഴി സ്കൈപ്പിയയിലേക്ക് പോകുന്നു.